ഹലോ നമസ്കാരം. ഞാൻ കവിത സുധാകരൻ. ഇന്ന് വേറെയും കുറേ വചനങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ വഴി തടസ്സം മാറാനുള്ളൊരു വചനമാണ് കേട്ടോ. കുറേ പേര് അത് അങ്ങനെയും വിഷമിക്കുന്ന ആളുകളുണ്ടല്ലോ. അപ്പോൾ കർത്താവിൻ്റെ വചനം ഒന്ന് പ്രയോഗിച്ച് നോക്കിക്കോളൂ. വിശ്വാസത്തോടു കൂടി പ്രയോഗിച്ചോളൂ. യെശയ്യാ 40:3-5 ഒരു സ്വരമുയരുന്നു, മരുഭൂമിയിൽ കർത്താവിന് വഴിയൊരുക്കുകയും വിജനപ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് വിശാല വീതി ഒരുക്കുകയും. താഴ്വരകൾ നികത്തപ്പെടും, മലകളും കുന്നുകളും താഴ്ത്തപ്പെടും, കുന്നും കുഴിയുമായ സ്ഥലങ്ങൾ നിരപ്പാകും, ദുർഘട പ്രദേശങ്ങൾ സമതലമാകും. കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടും. ദൈവം എനിക്ക് അനുവദിക്കുന്ന വഴിയിൽ കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടട്ടെ. പുറപ്പാട് 14:15-16. കർത്താവ് മോശയോട് പറഞ്ഞു, നീ എന്തിന് എന്നെ വിളിച്ച് കരയുന്നു? മുൻപോട്ട് പോകാൻ ഇസ്രായേൽക്കാരോട് പറയുക. നിന്റെ വടി കയ്യിലെടുത്ത് കടലിന് മീതെ നീട്ടി അതിനെ വിഭജിക്കുക. ഇസ്രായേൽക്കാർ കടലിന് നടുവെ വരണ്ട നിലത്തിലൂടെ കടന്നു പോകട്ടെ. വഴിക്ക് അന്യായമായി തടസ്സം നിൽക്കുന്ന തിന്മകൾ തിരുവചന ശക്തിയാലും യേശുനാമ ശക്തിയാലും വിട്ടുപോകട്ടെ. പുറപ്പാട് 14:21. മോശ കടലിന് മീതെ കൈനീട്ടി. കർത്താവ് രാത്രി മുഴുവൻ ശക്തമായ ഒരു കിഴക്കൻ കാറ്റയച്ചു. കടലിനെ പിറകോട്ട് മാറ്റി കടൽ വരണ്ട ഭൂമിയാക്കി. വെള്ളം വിഭജിക്കപ്പെട്ടു. ഇസ്രായേൽക്കാർ കടലിന് നടുവെ ഉണങ്ങിയ മണ്ണിലൂടെ നടന്നു. പുറപ്പാട് 23:20. ഇതാ ഒരു ദൂതനെ നിനക്ക് മുമ്പേ ഞാൻ അയക്കുന്നു. പുറപ്പാട് 13:21. അവർക്ക് രാവും പകലും യാത്ര ചെയ്യാനാവും വിധം പകൽ വഴി കാട്ടാൻ ഒരു മേഘസ്തംഭത്തിലും രാത്രി പ്രകാശം നൽകാൻ ഒരു അഗ്നിസ്തംഭത്തിലും കർത്താവ് അവർക്ക് മുമ്പേ പോയിരുന്നു. പരിശുദ്ധാത്മാവെ, ദീപസ്തംഭമായി എനിക്ക് മുമ്പേ സഞ്ചരിച്ച് വഴി തടസ്സങ്ങൾ മാറ്റണമേ. ഈ വചനം വെച്ച് പ്രാർത്ഥിച്ചാൽ മതി കേട്ടോ. വിശ്വസിച്ചാൽ അത്ഭുതം കാണും. താങ്ക് യു.